മഴക്കാലത്തിന്റെ മറവിൽ ജില്ലയിലെ വീടുകൾ ലക്ഷ്യമിട്ട് തസ്കര സംഘങ്ങൾ. തകർത്ത് പെയ്യുന്ന മഴയിൽ സർവ്വതും മറന്നുറങ്ങുന്ന വീടുകളാണ് കവർച്ചക്കാരുടെ ലക്ഷ്യം. കാലവർഷം ആരംഭിച്ചതോടെ റിപ്പോർട്ട് ചെയ്യുന്ന കവർച്ചാ കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു. രണ്ടാഴ്ചക്കിടെ ജില്ലയിൽ മാത്രം ചെറുതും വലുതുമായ 1 ഡസനോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മഴക്കാലം പൊതുവെ ആശങ്കകളുടെ കാലം കൂടിയാണ്. കാലവർഷക്കെടുതിയിലും പകർച്ചവ്യാധികളുമെല്ലാം തലവേദന സൃഷ്ടിക്കുന്ന കാലം. ഇതിനോടൊപ്പമാണ് മോഷ്ടാക്കളുടെ വിളയാട്ടമുയർത്തുന്ന ഭീഷണി. നാട്ടിലും മറുനാട്ടിലുമുള്ള തസ്കര സംഘങ്ങൾ അവരുടെ ദൗത്യ നിർവഹണത്തിന് തെരഞ്ഞെടുക്കുന്നതും മഴക്കാലമാണ്. തകർത്തു പെയ്യുന്ന മഴയിൽ സർവ്വതും മറന്ന് ഉറങ്ങുന്ന വീടുകളാണ് കവർച്ചക്കാരുടെ ലക്ഷ്യം. റോഡുകൾ നേരത്തെ വിജനമാകുന്നതും വീട്ടുകാർ നേരത്തെ ഉറങ്ങുന്നതുമെല്ലാം അവർക്ക് തുണയാകുകയാണ്. കാലവർഷം ആരംഭിച്ചതോടെ റിപ്പോർട്ട് ചെയ്യുന്ന കവർച്ച കേസുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാഴ്ചക്കിടെ ജില്ലയിൽ മാത്രം ചെറുതും വലുതുമായ 1 ഡസനോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാത്രികാലങ്ങളിൽ പോലീസിന്റെ പട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. തസ്കര സംഘത്തിന് അവർ ഏറ്റവും അനുയോജ്യമായ സമയം ഈ കാലവർഷമാണ് എന്നുള്ളതുകൊണ്ട് മഴക്കാലമാകുമ്പോൾ ആളുകൾ നേരത്തെ കിടന്നുറങ്ങുകയും പുറത്ത് ജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ വരികയും എന്ന തിരിച്ചറിവാണ് ഈ സമയം കള്ളന്മാർ ഇതിന് തെരഞ്ഞെടുക്കുന്നത്. അത് ഫലപ്രദമായി നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ആവശ്യമായ പോലീസ് സേന ഈ സമയത്ത് അലർട്ടാകേണ്ട ഈ സമയത്ത് അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ മഴക്കാല സമയം അനുയോജ്യമായ സമയം കണ്ടെത്തി മോഷണത്തിന് വരുന്ന ആളുകളെ പോലീസ് വളരെ കർക്കശമായി നേരിടാൻ തയ്യാറായില്ലെങ്കിൽ ആളുകളുടെ സ്വൈരജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ ആളുകൾക്ക് കിടന്നുറങ്ങാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടാകും. വീട്ടമ്മയെ പോലും കെട്ടിയിട്ട് കള്ളന്മാർ ആഭരണങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഒട്ടനവധിയായ വേലക്കാടുകളിൽ മറ്റ് കൃഷിസ്ഥലങ്ങളിലുമൊക്കെ രാപകലില്ലാതെ ഇത്തരം സംഘങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ്. അവരുടെ വ്യാപകമായി അവർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മോഷണ ശ്രമം അല്ലെങ്കിൽ ഈ തസ്കരന്മാരുടെ മോഷണ ശ്രമം അതിനെ നേരിടാൻ ഫലപ്രദമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതേസമയം മോഷണം ലക്ഷ്യമിട്ട് നാടൻ സംഘങ്ങൾ മുതൽ പ്രൊഫഷണൽ സംഘങ്ങൾ വരെ മഴക്കാലം മുതലെടുക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ നിന്നുള്ള സംഘങ്ങൾക്കും ഇവിടെ കൃത്യം നടത്തി മടങ്ങുവാൻ എളുപ്പമാണ്. തിരുട്ട് സംഘമടക്കം എത്തിയേക്കാമെന്ന മുന്നറിയിപ്പാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.